നിങ്ങൾ ഇതുവരെ കണ്ട കാറുകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒന്നാണ് ടെസ്ല സൈബർ ട്രക്ക്. സാധാരണ പിക്കപ്പ് ട്രക്കോ SUVയോ പോലെ അല്ല ഇത്. ആദ്യമായി കാണുന്നവർക്കെല്ലാം ഒരു സംശയം വരും, ഇതെന്താ ഇങ്ങനെ? ടെസ്ല എന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ തന്നെ ഫ്യൂച്ചർ ടെക്നോളജി നമ്മൾ ഓർക്കും. ആ ഫ്യൂച്ചറിനെ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് സൈബർ ട്രക്ക്. 2019 ഇലോൺ മസ്ക് സൈബർ ട്രക്ക് അവതരിപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ അമ്പരന്നു. സ്മൂത്ത് കർവുകളൊന്നുമില്ല, പെയിന്റ് ചെയ്ത ബോഡിയില്ല, നേരെ വെട്ടിയ വരകൾ മാത്രം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി, മൂർച്ചയുള്ള എഡ്ജുകൾ. ഇതൊക്കെ കണ്ടപ്പോൾ പലരും ഇതൊരു തമാശയായി കരുതി. ലോഞ്ച് ഇവന്റിൽ ഗ്ലാസ് പൊട്ടിയ സംഭവം വൈറൽ മീമുകളായി. പക്ഷേ അതിന്റെ പിന്നിലെ ആശയം വളരെ സീരിയസ് ആയിരുന്നു. പരമാവധി ശക്തി, ദീർഘായുസ്, കുറഞ്ഞ മെയിൻ്റനൻസ്. സൈബർ ട്രക്ക് ഒരു 100% ഇലക്ട്രിക് പിക്കപ്പ് ട്രക്കാണ്. പെട്രോൾ എഞ്ചിനില്ല, ഡീസലില്ല. സിംഗിൾ മോട്ടോർ, ഡ്യുവൽ മോട്ടോർ, ട്രൈ മോട്ടോർ എന്നിങ്ങനെ വിവിധ വേർഷനുകളുണ്ട്. ടോപ്പ് വേർഷനിൽ സൂപ്പർ കാർ ലെവൽ ആക്സിലറേഷൻ വരെ ലഭിക്കും. പിക്കപ്പ് ട്രക്കായിട്ടും പെർഫോമൻസ് കാര്യത്തിൽ ലക്ഷറി കാറുകളെ പോലും വെല്ലുവിളിക്കും. ഹെവി ലോഡ് എടുക്കാം, ട്രെയിലർ വലിക്കാം, ഓഫ് റോഡ് ഓടിക്കാം. ജോലി ചെയ്യാനും സ്റ്റൈലായി ഓടിക്കാനും പറ്റുന്ന വാഹനം. ബാറ്ററി കപ്പാസിറ്റി വളരെ വലുതാണ്. ദൂരയാത്രകൾ എളുപ്പമാണ്. ദിവസേന ഉപയോഗിക്കുമ്പോൾ ചാർജിംഗ് ടെൻഷൻ കുറവായിരിക്കും. ടെസ്ലയുടെ മോട്ടോർ എഫിഷ്യൻസി കാരണം പവർ ഡെലിവറി സ്മൂത്ത് ആണ്. സോഫ്റ്റ്വെയർ നിയന്ത്രിക്കുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് സൈബർ ട്രക്കിന്റെ പ്രധാന ശക്തി. ബോഡി മുഴുവൻ അൾട്രാ ഹാർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ്. പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് സ്ക്രാച്ച്, ജങ്, കൊറോഷൻ പോലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്. സാധാരണ കാറുകളിൽ കാണുന്ന ഡെന്റിംഗ്, പെയിന്റിംഗ് ഇവിടെ വലിയ തലവേദനയാകില്ല. ഇലോൺ മസ്ക് പറയുന്നത് പോലെ ദീർഘകാല ഉപയോഗത്തിനുള്ള ദൃഢതയാണ് പ്രധാന ലക്ഷ്യം. വിൽപ്പനയുടെ കാര്യത്തിൽ സൈബർ ട്രക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ പ്രതികരണമാണ് നേടിയത്. പ്രീ ബുക്കിംഗ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തു. ഇപ്പോൾ ഉൽപ്പാദനം പതുക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഉടമകളുടെ അഭിപ്രായങ്ങൾ നോക്കിയാൽ പെർഫോമൻസ്, റോഡ് പ്രസൻസ്, പവർ എന്നിവയ്ക്ക് വലിയ പ്രശംസയുണ്ട്. പക്ഷേ വലിപ്പം, പാർക്കിംഗ് ബുദ്ധിമുട്ട്, നഗരങ്ങളിൽ ഉപയോഗിക്കാൻ പ്രായോഗികത കുറവാണോ എന്നതൊക്കെ മിശ്ര അഭിപ്രായങ്ങളാണ്. മെയിൻ്റനൻസ് കാര്യത്തിൽ സാധാരണ വാഹനങ്ങളെക്കാൾ സൈബർ ട്രക്ക് ലളിതമാണ്. ഓയിൽ മാറ്റേണ്ട, എഞ്ചിൻ സർവീസ് വേണ്ട. ബാറ്ററി, ടയറുകൾ, ബ്രേക്കുകൾ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, ഇതാണ് പ്രധാന കാര്യങ്ങൾ. ടെസ്ല വാഹനങ്ങളിൽ ഓവർ ദി എയർ അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് സർവീസ് സെന്ററിലേക്ക് പോകാതെ തന്നെ പുതിയ ഫീച്ചറുകൾ ലഭിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ സൈബർ ട്രക്ക് ലഭ്യമല്ല. ഇറക്കുമതി നികുതി, വില, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് അവസ്ഥ എല്ലാം വലിയ വെല്ലുവിളികളാണ്. ഇന്ത്യയിൽ ഉടൻ ലോഞ്ച് ഉണ്ടാകുമെന്ന് ടെസ്ല ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വന്നാൽ പോലും വില വളരെ കൂടുതലായിരിക്കും. സാധാരണ ആളുകൾക്കുള്ള വാഹനമായിരിക്കില്ല. കേരള റോഡുകളിൽ ഇത് പ്രായോഗികമാണോ എന്നത് വലിയ ചോദ്യമാണ്. ഇടുങ്ങിയ റോഡുകൾ, പാർക്കിംഗ് സ്പേസ് കുറവ്, ട്രാഫിക്, ഇതെല്ലാം സൈബർ ട്രക്കിന് വെല്ലുവിളിയാകും. എങ്കിലും ഫ്യൂച്ചർ ടെക്നോളജി പ്രദർശിപ്പിക്കുന്ന ഒരു വാഹനമായി ഇന്ത്യയിൽ കുറച്ച് യൂണിറ്റുകൾ വന്നേക്കാമെന്ന സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല. അവസാനം പറഞ്ഞാൽ, ടെസ്ല സൈബർ ട്രക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള വാഹനമല്ല. പക്ഷേ ഭാവിയിലെ വാഹന രൂപകൽപ്പന എങ്ങനെയാകുമെന്ന് കാണിക്കുന്ന ഒരു ശക്തമായ പ്രസ്താവനയാണ് ഇത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടാതിരുന്നാലും സൈബർ ട്രക്കിനെ അവഗണിക്കാൻ സാധിക്കില്ല. സൈബർ ട്രക്ക് ഇന്ത്യയിൽ വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.